തിയോഫിൻ സ്മൃതി പദത്തിൽ നിന്ന് ഈശോ മിശിഹായ്ക്ക് സ്തുതി. പ്രിയമുള്ളവരെ, ജർണച്ചൻ്റെ ഓർമ്മകളും ദേവദാസനുമായുള്ള ആ ബന്ധത്തിലെ അനുഭവങ്ങളുമൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കേട്ടത്. തിയോഫിനച്ചന് ഒരേ സമയം രണ്ടിടത്ത് പ്രത്യക്ഷപ്പെടാനും ദൈവിക ഇടപെടലുകൾ നൽകാനും സാധിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ മറ്റൊരു അനുഭവം ജർണച്ചൻ നമ്മളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് മറ്റൊന്നുമല്ല, ദൈവദാസന് ഈ തിന്മയുടെ ശക്തികളെ ബന്ധിക്കാനും അവയെ നിർവീര്യമാക്കാനുമുള്ള ഒരു ശക്തി ഉണ്ടായിരുന്നുവെന്ന് അനേകർ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് തിയോഫിനച്ചനെ ഒത്തിരി ഹൈന്ദവർ, അതോടൊപ്പം തന്നെ മറ്റ് സമുദായത്തിലുള്ളവരൊക്കെ തിയോഫിനച്ചനെ വിളിച്ചുകൊണ്ടു പോകും. അവരുടെ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ പൈശാചിക ബന്ധനങ്ങൾ വന്നാൽ അത് അവർക്ക് മനുഷ്യൻ്റെ ആവശ്യങ്ങളനുസരിച്ച് ഇടപെടുമായിരുന്നു. വീടുകൾ വയ്ക്കാനായിട്ട്, അതല്ലെങ്കിൽ എന്തെങ്കിലും പണികൾ നടത്തുന്നതിന് വേണ്ടിയൊക്കെ ഇങ്ങനെയുള്ള തടസ്സങ്ങളെ മാറ്റിക്കൊടുക്കാൻ തിയോഫിനച്ചൻ ആഗ്രഹിച്ചിരുന്നു. തിയോഫിനച്ചൻ ചെന്ന് അത് ചെയ്യുമായിരുന്നു. അപ്പോൾ ജർണച്ചനുമായി ബന്ധപ്പെട്ട് അച്ഛൻ തിയോഫിനച്ചൻ്റെ കൂടെ കാണാനും തിയോഫിനച്ചനെ കാണാനും അച്ഛൻ്റെ ശുശ്രൂഷ സ്വീകരിക്കാനും ഒക്കെ ഭാഗ്യം ലഭിച്ച അച്ഛനാണ്. അപ്പോൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ജർണച്ചൻ എന്തെങ്കിലും ഓർമ്മകളിൽ പങ്കുവയ്ക്കാറുണ്ടോ? അച്ഛൻ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. തിയോഫിനച്ചൻ അദ്ദേഹത്തിന് ഈ പൈശാചിക ശക്തികളെ നിർവീര്യമാക്കുന്നതിനുള്ള ഒരു സിദ്ധി ദൈവം ഈശോ പ്രത്യേകം കൊടുത്തിരുന്നു. അത് ഞാൻ വളരെ അധികം മനസ്സിലാക്കിയിട്ടുണ്ട്. തിയോഫിനത്തിന് ശേഷം ഞാൻ സുപ്പീരിയറായത് 1978 1978. തിയോഫിനച്ചൻ മരിച്ചു കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞപ്പോൾ 68 അദ്ദേഹം മരിച്ചത്. അത് തന്നെ 68 അല്ലേ? അപ്പോൾ അത് കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ സുപ്പീരിയറായത്. അപ്പോൾ ആളുകൾ ഇവിടെ ആശ്രമത്തിൽ വരും. സുപ്പീരിയർ എന്ന നിലക്ക് നമ്മളെ വിളിക്കും ഇങ്ങനെയുള്ള പ്രതികൂല സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ. ഒരു വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി, അച്ചോ ഞങ്ങളുടെ വീട്ടിൽ ഒരു മരം നിൽപ്പുണ്ട്, വീട് പണിയാൻ ഞങ്ങൾക്ക് അത് തടസ്സമാകാൻ സാധ്യതയുണ്ടെന്ന് ഈ കണിയാന്മാർ പറഞ്ഞു. അതായത് ഇവർ ഈ ആളുകൾ എന്താണ് കണിയാന്മാർ ഇട്ടാൻ പണിക്കുന്നൊക്കെ അവർ ഇത് വെച്ച് വീടിൻ്റെ കണക്കൊക്കെ നോക്കി പറയുന്ന ആളുകളാണ്. അപ്പോൾ അവിടെ മറ്റേ യക്ഷിയുണ്ട്, അവിടെ വട യക്ഷിയുണ്ട്, ഇവിടെ മറ്റേ ഇതുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ അത് കാരണം അവിടെ ഞങ്ങൾക്ക് വീട് ഒന്ന് വെക്കാനായിട്ട് അച്ഛൻ വന്ന് ഒന്ന് പ്രാർത്ഥിച്ച് നിൽക്കുന്ന ഒരു മരം, അത് വളരെ അപകടകരമായ മരമാണെന്നാണ് പറയുന്നത്. അതിൽ നിന്ന് തൊട്ടവൻ ചാവും, അതുമല്ല അവൻ രക്തം ഛർദ്ദിച്ചും അല്ലെങ്കിൽ രക്തം പാർന്നൊക്കെ ചാവും. അങ്ങനെയുള്ള ഒരു ഭീതി ഞങ്ങളിൽ ഉളവാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വരാമെന്ന് പറഞ്ഞ് ഞാൻ പോയി. ഞാനവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ആരും കുറേ ആളുകൾക്ക് ചുറ്റും കൂടിയിട്ടുണ്ട്. ആരും അതിൻ്റെ അടുത്തോട്ട് അടുക്കുന്നില്ല, എല്ലാവർക്കും പേടിയാണല്ലോ. അപ്പോൾ ഞാൻ കണ്ണടച്ച് അല്പസമയം പ്രാർത്ഥിച്ചു. തിയോഫിനച്ചന് പ്രത്യേകം അച്ഛൻ്റെ മധ്യസ്ഥം വഴി യേശുവെ ഈ കാര്യങ്ങൾ നിർവഹിച്ച് തരാനായിട്ട് എനിക്ക് ശക്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ എക്സോർസിസം പ്രാർത്ഥന ചൊല്ലി. അത് ലത്തീനിലാണ് അന്ന് ചൊല്ലിയത്, എക്സോർസിസം. അപ്പോൾ ആ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞൊരു വാക്യത്തിൽ കൊണ്ടുവരാൻ പറഞ്ഞു. ഒരാൾ ഒരു വാക്യത്തിൽ കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ പോയി അവിടെ നിന്നിട്ട് കണ്ണടച്ച് യേശുവിനെ ധ്യാനിച്ച് തിയോഫിനച്ചനെ ധ്യാനിച്ച് ആ മരത്തിനിട്ട് ഒരു വെട്ടുകൊടുത്തിട്ട് ഞാൻ പറഞ്ഞ് ഇനി നിങ്ങൾ വെട്ടിക്കോ, ഒന്നും സംഭവിക്കില്ല, ഒരു പ്രശ്നവും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അവർ വെട്ടി. ഒരു പ്രശ്നമില്ലെങ്കിൽ ആ മരം വെട്ടി മുറിച്ച് അവരുടെ ആ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നു. അപ്പോൾ ഇതൊരു അനുഭവമാണ്. ദേവദാസനോടൊപ്പം ദേവദാസനെ കാണാനും അച്ഛനോടൊപ്പം ജീവിക്കാനും ഒക്കെ ഭാഗ്യം ലഭിച്ച ജർണച്ചൻ്റെ ഓർമ്മകളാണ് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ
മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. എങ്ങനെയാണ് ദൈവദാസന് ഈ തിന്മയുടെ ശക്തികളുടെ മേൽ അധികാരം ഉണ്ടായിരുന്നതെന്ന് ജന്മച്ചൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ വ്യാകുല മാതാവിനോടുള്ള നൊവേന, അച്ഛൻ തന്നെ എഴുതിയ നൊവേന, അതിന്നും സമൂഹത്തിൽ ഇവിടെ എല്ലാ വെള്ളിയാഴ്ചകളിലും വൈകുന്നേരവും രാവിലെയും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ആ നൊവേന നടക്കുന്നുണ്ട്. ഒത്തിരി പേര് അതിനായിട്ട് തീഷ്ണതയോടെ വരുന്നു. എനിക്ക് തോന്നുന്നത് ദേവദാസൻ തിയോഫിലച്ചൻ ഈ പരിശുദ്ധ അമ്മയുടെ വ്യാകുലതകളുടെ ആ മാഹാത്മ്യം തിരിച്ചറിഞ്ഞു. അത് മറ്റുള്ളവർ മനസ്സിലാക്കുമ്പോൾ അവരുടെ സഹനങ്ങളെ അതിജീവിക്കുവാൻ അവർ ബലമുള്ളവരായി മാറും എന്നൊക്കെ തിയോഫിലച്ചൻ പണ്ടേ കണ്ടിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനയിൽ ഒത്തിരി പേര് വന്ന് ഈ ദേവദാസന്റെ സവിധത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം ദേവാലയത്തിൽ വന്ന് ഈ നൊവേനയ്ക്കൊക്കെ പങ്കെടുക്കുന്നു. ഇന്നും അതൊരു നല്ലൊരു കാഴ്ചയായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. പ്രിയമുള്ളവരെ, ജർമ്മേശൻ പറഞ്ഞതുപോലെ മനുഷ്യന്റെ ജീവിതത്തിൽ സഹനങ്ങൾ എപ്പോഴും ഉണ്ടാകും. ആ സഹനങ്ങളെ അതിജീവിക്കുവാൻ നമ്മുടെ മുന്നിൽ നമുക്ക് ബലം നൽകുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ സഹനങ്ങളും ഈശോയുടെ സഹനങ്ങളും ഒക്കെ നമുക്ക് ശക്തി പകരും എന്ന് ദൈവദാസൻ തൻ്റെ ജീവിതത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ദൈവദാസന്റെ ഈ നല്ല ഓർമ്മകളെ ജീവിതത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതം നയിക്കാം. ജർമ്മച്ചനെയും സ്നേഹത്തോടെ നമുക്ക് ഓർക്കാം. ദൈവദാസനെ നേരിൽ കാണാനും അച്ഛൻ്റെ ആത്മീയത അത് അനുഭവിക്കുവാനും ഭാഗ്യം ലഭിച്ച ജർമ്മച്ചനും ഒത്തിരി നന്ദി സ്നേഹപൂർവ്വം വിനയിക്കുന്നു.